was the ride? Perfect. അടിപൊളിയായിരുന്നു. It was അടിപൊളി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ റെയറായിട്ട് 4:30-ക്കൊക്കെ എണീക്കുന്നത്. ഇന്ന് 4:30-ക്ക് എണീച്ചു. എന്താണെന്ന് കാണിച്ചു തരാം. അതും ഇവിടെ ലാവോസിൽ ലുവാങ് പ്രബാങ്. ഇവിടെ രാവിലെ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. ഇവിടുത്തെ മങ്സ് രാവിലെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകും. അവർ പ്രയറിന് അവരിതിനു മുമ്പ് ഒന്നാമത്തെ പ്രയറിന് പോകും 3:30-ക്ക്. അത് കഴിഞ്ഞ് അടുത്തരിപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ ആൾക്കാർ റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കൊടുക്കുമോ അത് കാണിക്കാം. അതായി പുറകെ കാണുന്നത് ഇങ്ങനെ കുറേ പേര് ഇവിടെ നിൽപ്പുണ്ട്. അത് അപ്പുറത്തിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട്, അതായത് ഫുഡ് വിൽക്കാനായിട്ട് ഇവരൊക്കെ. ഞാൻ വിചാരിച്ചു വളരെ കുറച്ച് പേരെ കാണത്തുള്ളായിരിക്കും ഈ സമയമായതുകൊണ്ടെന്ന്. പക്ഷെ ഇവിടെ വന്നേക്കുന്നതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇവരെ കാണാൻ വേണ്ടി. നോക്കി എത്ര പേരെ വന്നേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ മനുഷ്യനെ കാണാൻ പറ്റുമോ എന്തോ നമ്മുടെ വീഡിയോയിൽ. Don't do that. Don't make a flash. ഇവിടെ മുഖത്തോട്ടൊക്കെ എങ്ങനെ ഫ്ലാഷ് അടിക്കാൻ തോന്നുന്നത്. ലുവാങ് പ്രബാങ്ങിൽ എന്നും രാവിലെ നടക്കുന്ന ഇവരുടെ ഒരു ട്രഡീഷനാണിത്. ഇവരുടെ ഭാഷയിൽ ഇതിനെ സായി ബാത്ത് എന്നാണ് ഇവർ പറയുന്നത്. ബുദ്ധസന്യാസിമാർ രാവിലെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ഇവരെ കാത്ത് റോഡിൻ്റെ ഒരു വശത്തുമായിട്ട് എല്ലാവരും കാത്തു നിൽക്കും. അതിനുശേഷം ഇവർക്ക് വേണ്ടി ചില ഓഫറിങ്സ് നടത്തുകയാണ് ഇവർ. ചിലർ ഇവിടുത്തെ ആഹാരമായിട്ടുള്ള സ്റ്റിക്കി റൈസ്, ചിലർ ബിസ്ക്കറ്റ്, ന്യൂഡിൽസ്, ചിലർ പൈസ പോലും ഇവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഈ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തന്നെ റോഡിൻ്റെ മറുവശത്ത് കടകളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലുവാങ് പ്രബാങ്ങിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അവരെ തൊടാനോ അവർ പോകുന്ന വഴിയിൽ കയറി നിന്ന് അവരെ തടസ്സപ്പെടുത്താനോ പാടില്ല. അതുപോലെ തന്നെ വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരിക്കലും ഫ്ലാഷ് യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കരുതെന്നും ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മങ്സ് എല്ലാവരും പോയി. അപ്പോൾ അതൊക്കെ ആൾക്കാർ എഴുന്നേക്കുക. സായിബാത്ത് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഏർലി മോർണിംഗ് മാർക്കറ്റിലേക്കാണ്. സായിബാത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ മാർക്കറ്റും സജീവമാണ്. രാവിലെ 5 മണിക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ മാർക്കറ്റിൽ ആളുകൾ വരുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. വെട്ടമില്ല, അതുകൊണ്ട് ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്താണ് കച്ചവടം. No. ഇതിനകത്തൂടെ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നിട്ട് പോയി കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ യാത്ര ക്വാങ് സി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസിലേക്കാണ്. ഇതായിരുന്നു നമ്മുടെ 2 ദിവസത്തെ വീട്. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്കെല്ലാം കൂടി ബുദ്ധിമുട്ടായാലും ഉറങ്ങുകയാണ് പലരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി വാട്ടർഫോൾസ് പോകാൻ പോവാണ്. ഞങ്ങൾ 2 ബൈക്ക് എടുത്തു. അതിന് 80,000 ആയി.
അപ്പോൾ ഇനി നേരെ ബൈക്ക് റൈഡ് ടു വാട്ടർഫോൾസ്. Are you ready? Yeah. പോകാനുള്ള മാപ്പ് തുപ്പിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. എങ്ങോട്ടാ പോകേണ്ടത് അറിയത്തില്ല, പക്ഷേ ഒരു നല്ല വാട്ടർഫോൾസ് ഉണ്ടെന്ന് മാത്രം അറിയാം. We don't know where it is, but we know there's a good waterfalls. What are we doing? No, we go. Wait. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓടിക്കാൻ. എൻ്റെ ബാഗ് എൻ്റെ ഫ്രണ്ടിൽ വെക്കണം. We are very well prepared. Yeah. Hey, hey. Sabadi. ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യാൻ പാടില്ല, സോ ഞാൻ കൈ പിടിച്ചെടുക്കുകയാണ്. അധികം എടുക്കുന്നുമില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നവരുണ്ട്, കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പോളി എക്സ്പീരിയൻസ്. പണി നടക്കുകയാണ്, റോഡ് പണി. ചെറിയ ടൗൺ എത്തി, ചെറിയ ടൗൺ. ഒരാൾ ദൂരെ അവിടെ കിടപ്പുണ്ട്, ഇവിടുന്ന് കാണാൻ വയ്യ മുഖം. ഇതാ ഒരാൾ നടക്കുന്നു. ഓ, രണ്ടും കൂടി അടിയുണ്ടാക്കുകയെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കേജ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ടു നോ ഹൗ ദ ബിയർ ഫീൽസ് വെൻ ദേ ആർ കെപ്റ്റ് അറ്റ് ദ ബിയർ ബൈ ദി ഫാംസ് സ്റ്റെപ്പ് ഇൻസൈഡ് ദ കേജ്. ഇതിനകത്ത് കയറി ഇരുന്ന് നോക്കാൻ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാം. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന പൈസയ്ക്ക് പാവം കുട്ടനെ ഒരു ബോട്ടിൽ ഹണി കുടിക്കാം. നടന്ന് നമ്മൾ ചെറിയൊരു അരുവി പോലുള്ളടത്ത് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്. മെയിൻ വാട്ടർഫോൾസ് ഇനിയും മേളിൽ പോകണം, പക്ഷെ നല്ല ഡെപ്ത് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 180 സെൻറ്റിമീറ്റേഴ്സ്. ഒരുപാട് ആൾക്കാർ വരുന്നതിന് മുമ്പ് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അത് സൂപ്പർ സ്ഥലമാണ്. ഏറ്റവും മുകളിലെത്തി ശരിക്കുള്ള വാട്ടർഫോൾസ്.
നമ്മൾ നടന്ന് നടന്ന് അതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഫൈനലി ഏറ്റവും മുകളിലാണെന്ന് തോന്നുന്നത്. ശരിക്കും അടിപൊളി സ്ഥലം, സൂപ്പർ വാട്ടർഫോൾ, നല്ല ക്ലീനാണ്. അങ്ങോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല, അതുകൊണ്ട് വൃത്തിയായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു കപ്പിളിനെ ഇപ്പോൾ മീറ്റ് ചെയ്തു, അവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും നല്ല വാട്ടർഫോൾസ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്, എന്നാലും ഈ വഴിക്ക് പോയപ്പോൾ ചുമ്മാ കയറിയെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. ഇവിടം വരെ വരാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ലുവാങ് പ്രഭാങ്ങിൽ നിന്ന് ഒരു തെറ്റില്ല. കാടിൻ്റെ നടുക്ക് നല്ല അടിപൊളി ക്ലീൻ ഫ്രഷ് വാട്ടർ. ഇതിങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവർക്ക് ഹാറ്റ്സ് ഓഫ്. അതൊരു വലിയ കാര്യമാണ്. സഫാരിയിലെ ആ യാത്രയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ കുവാങ് സി വാട്ടർഫോൾസിലെത്തിയ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ക്യാമറയിലൂടെയും ഫോട്ടോസിലൂടെയാണ് കുവാങ് സി വാട്ടർഫോൾസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നു, സെൽഫീസ് എടുക്കുന്നു, അതിൻ്റെ തിരക്കിലാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കൂടെ വന്ന ഡോറിസ് ചേച്ചിയാണ്. 1-2 ഫോട്ടോസ് എടുത്തിട്ട് ആ വാട്ടർഫോൾസിൻ്റെ ബ്യൂട്ടി ഇങ്ങനെ തന്നെ മാറിയിരുന്ന് കണ്ട് എൻജോയ് ചെയ്യുകയാണ് ഡോറിസ്. നമ്മുടെ യാത്രകളും യാത്രയിലെ കാഴ്ചകളും ഒക്കെ എപ്പോഴൊക്കെയോ ക്യാമറയ്ക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി മാത്രമായി പോകുന്നുണ്ടോ എന്നുള്ളൊരു വലിയ സംശയമാണ്. നമ്മൾ എത്ര പേര് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി എത്രത്തോളം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഞാൻ കുറച്ച് നേരത്തിന് എന്തായാലും ക്യാമറയും ഗോപ്രോയൊക്കെ മാറ്റി വെച്ചു. ഞാൻ ഡോറിസ് ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്നു. ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇന്നിനി കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കാം, നമ്മളിനി വേറെ കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നേരം ഈ വാട്ടർഫോൾസിൻ്റെ കാഴ്ചയൊക്കെ എൻജോയ് ചെയ്തു. അതൊരു വളരെ മനോഹരമായിട്ടാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നതും, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കുവാങ് സി വിട്ടിട്ട് പിന്നീട് വൈകിട്ട് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നത്. രണ്ടുപേരും നല്ല സുഖം ഉറക്കാണത്. ഒരാളവിടെ കൈയൊക്കെ ചാരി വെച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? നമ്മളിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ. പാവം. കുറേ നേരം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും അടിപൊളി കാര്യം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെക്കാട്ടിലും ഒരു വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇനി ഇറങ്ങാം ഞങ്ങൾ. ഒരു ദിവസം നമ്മുടെ ബൈക്കുണ്ട്, അതുകൊണ്ട് എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ചിലപ്പോൾ എങ്ങോട്ടൊക്കെ അങ്ങ് പോകും. Hey, Sabadi. She didn't say Sabadi back. Yeah. ഇച്ചിരി പോർക്കും ചോറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. വാ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നൊരു ബഫല്ലോ ഫാമിൽ കയറി ഇവിടുത്തെ എരുത്തിലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പരിശോധിക്കാൻ. ഒരു ഐസ്ക്രീം അടിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നു. Buffalo ice cream today will be served in the cafe only. Thank you for understanding. Oh, so we should go inside. Buffalo Dairy killed ice cream adichu. What is the name of it? Black sesame. Black sesame. Ni veendum vandi edukka adutha sthalathote. We don't know where we are going. No. We are going somewhere. Yeah. We are not going back to the hostel. ഞങ്ങൾ ചുമ്മാ റിവർ സൈഡിൽ വണ്ടി വന്ന് നിർത്തി ഇതാ പാർക്ക് ചെയ്തേക്കുന്ന അവിടെ വെറുതെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. How was the ride? അടിപൊളിയായിരുന്നു. തിരിച്ചു പോയിക്കൊണ്ട് ഞങ്ങൾ ലുവാങ് പ്രഭാങ്ങിലേക്ക്. നമ്മുടെ നാട്ടിലെ നാട്ടിലെ ചെറിയ വഴികൾ വഴി തെറ്റി ഞങ്ങൾ കടാപ്പുറം വരെ എത്തി. സോറി, ആറ്റിൻകര വരെ എത്തി. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരിയിൽ എനിക്കൊന്ന് ലാവോസിൽ വന്നതിൻ്റെ ഇത് കണ്ടപ്പം പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. നമ്മുടെ കേരളം ഒരു 10, 30, 50 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയെന്ന്. നല്ല രസമാണ്. നമുക്കൊന്ന് ശരിക്കും നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാം. നമ്മുടെ നാട്ടിലെ വഴികൾ പോലെ തന്നെ ഉണ്ട് ചെറിയ കടകൾ, ശരിക്കും നടത്തിയ പോലെ. അടിപൊളി. ഓ ഹലോ. Oh, that's it. That's the end of it. That's the end. വഴിയുടെ എൻഡ് വരെ നമ്മളെത്തി. ഇനി നമ്മൾ തിരിച്ചു കൊണ്ടുപോവാം. ഇനി we go back.
Hey. Where did you take me? To nowhere. Yeah, I know. ഞങ്ങൾ വന്നെത്തിയ സ്ഥലം നോക്കി. പിള്ളേർ ഷട്ടിൽ കളിക്കുന്നു ഇവിടെ. Nice shot. പിള്ളേരുടെ ഫുട്ബോൾ കളിക്കും കുറച്ച് നേരം. Can you make video on that? Can. Yeah. Hey, pass. Go. Hey. You don't want to play with me. You are sad. Yeah, I'm sad. Don't cry. I might. I think they decided don't give pass to that tourist. Yeah. You don't know if you get the ball back. So. Yeah. Hey, can you give me a pass? Doris, it's your turn. Oh my god. I cannot film. Get out. Oh, nice. Woohoo. Whee. Oh yeah. Oh yeah. Thank you. Couchsurfing. Bye. Bye. Sabaydi. ഈ പുതിയ പാലം പണിതിന് മുമ്പ് പണ്ട് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാലം അതിൻ്റെ അവസ്ഥ ഉണ്ടോ? Oh, I think he is coming towards us. Looks angry. Yeah. വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കണം. ഇവിടെ ഒന്നും ഇതുവരെ കണ്ടില്ല. ഓ വണ്ടി ഓടിച്ച് ഞങ്ങൾ അവിടെ എത്തിയെന്ന് എനിക്കൊരു പിടിയില്ല. ഞങ്ങളൊരു പാർക്ക് തപ്പി വന്നതാണ്. പാർക്കിലോട്ട് പോയില്ല. ഏതോ ഒരു വഴിമുക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. സൺസെറ്റ് ഇവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇന്ന് ഞാൻ ഇവിടുന്ന് രാവിലെ നമ്മുടെ വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നടന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ പൊളി വാട്ടർഫോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു. So that's it. കാണാം പുതിയ വീഡിയോ ആയിട്ട്. Bye. So നമ്മുടെ ഡോറസ് ചേച്ചി, she is leaving. You can look here. She's leaving tomorrow morning. So ഞങ്ങൾ ഇന്ന് ഒരുപാട് ഫുഡ് അടിച്ചു. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട്, കഴിക്കാൻ പോകും. ഇതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ ഐറ്റം. It is. Go for it. Yeah, it is good. Yeah. We have 3 more. Thank you. You're welcome. ഇതാണ് നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടുത്തെ സിനമൺ റോൾ, നമ്മുടെ മെയിൻ ഐറ്റം. വേറൊരു കോമഡി വേറെ ചേച്ചി ഞങ്ങൾ പറഞ്ഞ അടിപൊളിയായി മേടിച്ചോളാൻ. And she bought it and she's like, no, it's not tasty. Hello. Hey, നമ്മൾ അന്ന് കണ്ട ബൈക്കർ പുള്ളിയാണ്. ഞങ്ങൾ വീണ്ടും ലുവാങ് പ്രവാങ്ങിലെ ഒരു ചെറിയ മാർക്കറ്റ് വെച്ച് കണ്ടുമുട്ടി. So happy. Yeah. See you again. Hi. And safe journey back to Luang Prabang. Yes. Thank you.